ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്കിലി അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ എന്താണ് എന്ന് നേരിട്ട് മുഖം കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ ഒരു കാര്യമുണ്ട്. വളരെ നാളുകളായിട്ട് വീഡിയോയിലൂടെയും നമ്മുടെ വീഡിയോയുടെ താഴത്തെ കമൻറ്റിലൂടെ പേഴ്സണലായിട്ടും ധാരാളം ആൾക്കാർ ആവശ്യപ്പെടുന്നൊരു സംഗതിയാണ്, സാറേ സെൻസെക്സും കൂടെ ഒന്ന് വരച്ചിടുവോ, വലിയ ഉപകാരമായിരിക്കും എന്ന് ആവശ്യപ്പെടുന്ന ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ ഇന്ന് മുതൽ നമ്മളുടെ വീക്ക്ലി അനാലിസിൽ നമ്മൾ സെൻസെക്സിൻ്റെ ചാർട്ടും കൂടെ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഞാൻ നോക്കട്ടെ നിങ്ങളുടെ റെസ്പോണ്ട് എങ്ങനെ ഉണ്ടെന്ന്. അതിന് ശേഷം മാത്രമേ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടായോ എന്ന് തീരുമാനിക്കൂ. ഓക്കെ, അപ്പം സെൻസെക്സിൽ എൻ്റെ കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസെക്സിൽ നമുക്ക് ലൈവായിട്ട് അപ്ഡേറ്റ് തരാൻ പറ്റത്തില്ല. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ബ്രോക്കറിൻ്റെ ടെർമിനലിനേക്കാളും കൂടുതൽ ഞാൻ ആശ്രയിക്കുന്നത് ട്രേഡിംഗ് വ്യൂവിനാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ ഈ സെൻസെക്സിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 മിനിറ്റ് ഡിലേ ആണ് ട്രേഡിംഗ് വ്യൂവിനകത്ത് സെൻസെക്സിൻ്റെ ചാർട്ട് കാണുന്നത് 15 മിനിറ്റ് ഡിലേ ആണ്. മനസ്സിലായി? അപ്പം അത് നമുക്ക് ലൈവ് അപ്ഡേറ്റ് തരാനുള്ള പ്രശ്നങ്ങൾ പിന്നെ ബ്രോക്കറിൻ്റെ ആപ്പിനകത്തിലുണ്ട്. അത് എനിക്ക് അത്ര അങ്ങോട്ട് സെറ്റാകത്തില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ട്രേഡിംഗ് വ്യൂവിനകത്തിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുകയും വരയ്ക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വീക്കിലി അനാലിസിസിലും പറ്റുമെങ്കിൽ ഡെയിലി നമ്മൾ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റ് ചെയ്യുമ്പോഴും അതിനകത്തും ഞാൻ എൻ്റെ ലെവലുകൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, എല്ലാ ദിവസവും വേണമെന്നില്ല. കാരണം നമ്മളൊരു റേഞ്ച് വരച്ചു കഴിഞ്ഞാൽ പിന്നെ ആ റേഞ്ച് എങ്ങോട്ടെങ്കിലും ബ്രേക്ക് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളതിനെപ്പറ്റി ഫർദറായിട്ട് വരയ്ക്കുന്നതല്ലേ നല്ലത്. അപ്പം വീക്കിലി അനാലിസിൽ നമ്മൾ ചെയ്യാം. വീക്കിലി നമ്മളൊരു അനാലിസിസ് സെൻസെക്സിനെ പറ്റി ചെയ്യാം. അതിന് ശേഷം ഡെയിലി പിന്നെ പോസ്റ്റ് മാർക്കറ്റിൽ ഞാൻ ചെയ്യാൻ നോക്കാം. ഓർത്താൽ ചിലപ്പം വിട്ടുപോകും. എങ്കിലും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ്, പലരുടെ ആവശ്യപ്രകാരമാണ് നമ്മൾ സെൻസെക്സ് അതിൻ്റെ കൂടെ ഇതിനകത്തിൽ ഉൾപ്പെടുത്തുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു സർപ്രൈസായിട്ട് വീണ്ടും വരണമെന്ന് ആഗ്രഹിക്കുന്നു. അതിൻ്റെ പണിപ്പുരയിലാണ്. ഇൻഷാ അല്ലാഹ് സക്സസ് ആയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു പുതിയ അധ്യായം കൂടെ നമ്മൾ തുറക്കും. അതിന് പണിപ്പുരയിലാണ്. ഒരു പക്ഷെങ്കിൽ ഒരു സർപ്രൈസായിട്ട് നമുക്ക് വരും. അടുത്ത ദിവസങ്ങളിൽ തന്നെ വരണം എന്ന് ആഗ്രഹിക്കുന്നു. അതിൻ്റെ പണിപ്പുരയിലാണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ഈ കട്ട സപ്പോർട്ട് വേണം. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ഗ്രൂപ്പിന് സബ്സ്ക്രിപ്ഷൻ വെച്ചപ്പം പല കോണുകളിൽ നിന്നും തെറിവിളി ഉണ്ടായി. അപ്പോൾ ഈ തെറി വിളിച്ചവരൊക്കെ തന്നെ ഇപ്പം നമ്മുടെ സബ്സ്ക്രൈബറായിട്ട് വീണ്ടും സബ്സ്ക്രിപ്ഷൻ എടുത്ത് നമ്മളോട് ജോയിൻ ചെയ്തിട്ടുണ്ട്. പലരും മറഞ്ഞു നിന്നും പിന്നെ പുറകെ നിന്നൊക്കെ തെറി വിളിച്ചു. അങ്ങേർക്ക് ഇതിൻ്റെ വല്ല ആവശ്യമുണ്ട്, അങ്ങേര് കാശുണ്ടാക്കാനുള്ള പരിപാടിയാണ്, അങ്ങനെയാണ് മാടയ കൂടെയാന്ന് പറഞ്ഞു. അതിനുശേഷം ഈ തെറി വിളിച്ചവരൊക്കെ തന്നെ ഇപ്പോൾ പതുക്കെ ഓരോരുത്തരായിട്ട് ജോയിൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിതിനെപ്പറ്റി ആരും ഒരു മനുഷ്യനെ പോലും നമ്മൾ നിർബന്ധിച്ചിട്ടില്ല. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ട്രാഫിക് കുറക്കുക എന്നുള്ളതാണ്, അല്ലേ? അപ്പം അപ്പോൾ തന്നെ അർഹരായിട്ടുള്ളവരെ ആരെയും നമ്മൾ അവഗണിച്ചിട്ടുമില്ല. ഞാൻ പറഞ്ഞല്ലോ, രോഗികളായിട്ടുള്ള ധാരാളം ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് നമ്മളെ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പലരും അവർക്ക് വേണ്ടി പേയ്മെൻറ്റ് തന്നവരുണ്ട്. അതായത് ഈ പിന്നെ രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടി അവരെ ഉൾപ്പെടുത്താൻ വേണ്ടി, സാറേ അവർക്ക് വേണ്ടി ഞാൻ പേയ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് പലരുടെയും പേയ്മെൻറ്റ് വേറെ നമ്മുടെ ഗ്രൂപ്പിലുള്ളവർ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വർഷത്തേക്ക് സബ്സ്ക്രൈബ് ചെയ്തവരുണ്ട്, 6 മാസം സബ്സ്ക്രൈബ് ചെയ്തവരുണ്ട്. അപ്പം എല്ലാ രീതിയിലും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങളുടെ ഈ അകമഴിഞ്ഞ സ്നേഹത്തിന് വീണ്ടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഓക്കെ, നിങ്ങൾ ഈ കട്ടയ്ക്ക് എന്നോടുകൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരോ പുതിയ അധ്യായങ്ങൾ വീണ്ടും രചിക്കാൻ ദൈവം ഈശ്വരൻ സഹായിക്കും. ഓക്കെ, അങ്ങനൊരു പ്രത്യാശയോടെയും ഒരു ശുഭാപ്തി വിശ്വാസത്തോടെയും നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഇന്ന് ആദ്യം സെൻസെക്സിൻ്റെ വീക്കിലി അനാലിസിസ് നമുക്ക് കൂലങ്കഷമായിട്ട് അഴിച്ചു പറക്കിയിട്ട് നമുക്ക് സെൻസെക്സ് നമ്മൾ അതായിട്ടാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ആദ്യമായിട്ട് തന്നെ നമുക്ക് സെൻസെക്സിനെ അങ്ങ് അഴിച്ചു പറക്കിയിട്ട് നമുക്ക് ചെയ്യാം. ബാക്കി പുറകാലം വരാം. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് സംസാരിക്കും. ചിലപ്പോൾ ഇച്ചിരി നീണ്ടുപോകും. എന്തായാലും നിങ്ങൾ സഹിക്കുക. ഓക്കെ, അപ്പം നമുക്ക് വീക്കിലി അനാലിസിലോട്ട് വരാം. അപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സെൻസെക്സിൻ്റെ ചാർട്ടിലോട്ട് വരാം. ഞാൻ പറഞ്ഞു, നമുക്ക് ലൈവിൽ സെൻസെക്സിൻ്റെ ചാർട്ട് ട്രേഡിംഗ് വ്യൂവിനകത്ത് കിട്ടുന്നത് ഏകദേശം 15 മിനിറ്റ് ഡിലേ ആയിട്ട് മാത്രമേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ലൈവായിട്ടുള്ള അപ്ഡേറ്റ് വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ബ്രോക്കറിൻ്റെ ടെർമിനലിൽ മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ.
ഓക്കെ, അപ്പോൾ ലൈവ് അപ്ഡേറ്റ്സ് വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേങ്കിൽ നിങ്ങൾക്ക് വീക്കിലി അനാലിസിസിലും ഡെയിലി നമ്മൾ ചെയ്യുന്ന പോസ്റ്റ് മാർക്കറ്റിലും പ്രീ മാർക്കറ്റിലും നമുക്ക് അതിനെ ഉൾപ്പെടുത്താൻ നമുക്ക് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് നമ്മളുടെ സെൻസെക്സിൻ്റെ ചാർട്ട് അല്ലേ, സെൻസെക്സിൻ്റെ ചാർട്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തിൽ ജസ്റ്റ് നമുക്ക് ആദ്യം ഒരു വരയൊന്ന് വരച്ച് നോക്കാം. എന്താണ് ഇതിനകത്തിൽ സംഭവിക്കാൻ വകുപ്പുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വര വരയ്ക്കാൻ ഇതിനകത്തിൽ ഉണ്ടെന്ന് പറയാൻ നമുക്ക് ഞാൻ കാണുന്നൊരു വര എന്ന് പറയുന്നത് ഇതാ, ഇവിടുന്ന് ഒരു വരയെന്ന് ഇട്ട് നോക്കാം. നമുക്ക് ചുമ്മാതെ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. ഈ ഒരു വരയാണ് നമുക്ക് ഇതിനകത്ത് സെൻസെക്സിനകത്ത് മെയിനായിട്ട് ഇതിനകത്തൂടെ ഒരു ശൂലം കുത്തിയിറക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു കിട്ടുന്ന ഒരു ഒറ്റ ലൈനിനകത്തിൽ നമുക്ക് സെൻസെക്സിനെ മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു ലൈനാണ്. മനസ്സിലായല്ലോ? അപ്പം ഈ ഒരു ലൈനിൽ കൂടെ ജസ്റ്റ് ഇച്ചിരി കൂടെ വേണമെങ്കിൽ ഇവിടെ ഒന്ന് മുട്ടിക്കാം. അപ്പം കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് സെൻസെക്സിനകത്തിൽ ഇതിനെ നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ താഴോട്ടുകൂടെ നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ചുമ്മാ അത് വെച്ച് നോക്കാമേ, എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ നോക്കാം. കൊള്ളാമല്ലോ, അടിപൊളിയല്ലേ, നോക്കിക്കേ, സൂപ്പറല്ലേ. ഓക്കെ, അപ്പം ഇതാണ് ഡേ വൈസിൽ നമുക്ക് സെൻസെക്സിനെ നമുക്കൊന്ന് വരച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഔട്ട്പുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്തിൽ അപ്പോൾ നമുക്ക് ഇത്രയും വര കിട്ടി ഇല്ലേ. വളരെ ഏകദേശം 2022 ജൂലൈ മുതൽ ഒരു പാറ്റേൺ ഇങ്ങനെ ഫോം ചെയ്ത് പോവാണ് ഇല്ലേ. ഒരിക്കൽ ആ 2024 ആ പാറ്റേൺ ഒന്ന് ബ്രേക്ക് ചെയ്തു അല്ലേ. ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയെങ്കിൽ വീണ്ടും തിരിച്ചു വന്ന് അതേ ചാനലിനകത്ത് വീണ്ടും കയറി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുകയാണ് അല്ലേ. ഇനിയിപ്പോൾ എന്താ സംഭവിക്കുന്നത്? സെൻസെക്സിന് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യണം. ഏകദേശം 500, 700 പൊട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് അടുത്തൊരു റാലി നമുക്ക് സെൻസെക്സിനകത്തിൽ പ്രതീക്ഷിക്കാം. അതായത് ഒരു 3000 പോയിൻ്റ് കൂടെ മുകളിലോട്ട് റാലി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സെൻസെക്സിൽ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടത്തുള്ളൂ. മനസ്സിലായോ? സെൻസെക്സിൽ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ തന്നെ ചില ഹൈകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെങ്കിൽ അതൊന്നും അത്ര സുഖമല്ല ഇപ്പം നിൽക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് വലുതാക്കാമേ. ഒന്ന് വലുതാക്കി കഴിഞ്ഞാൽ നമ്മൾ നോക്കിയാൽ ഇപ്പം സെൻസെക്സ് നിൽക്കുന്നത് ഒരു ക്ലിയർ സപ്പോർട്ടിലാണ്. സെൻസെക്സ് ഇപ്പം നിൽക്കുന്നത് അത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അത് നോക്കിക്കേ, നമുക്കൊരു സപ്പോർട്ടോടെ നമുക്ക് വരയ്ക്കാം. ഈ സപ്പോർട്ട് വരച്ച് കഴിഞ്ഞാൽ ഇതാ നോക്കിക്കേ, ഇതൊരു മെയിൻ സപ്പോർട്ടാണിത്. ഈ പറയുന്ന സെൻസെക്സിൻ്റെ ഒരു മെയിൻ സപ്പോർട്ടാണ് ഈ കാണുന്ന സാധനം ഇല്ലേ. കറക്റ്റായിട്ട് സെൻസെക്സ് വന്നിട്ട് ആ സപ്പോർട്ടിൽ വന്ന് തട്ടി റിജക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. നോക്കിക്കേ, ആ ക്യാൻഡിൽ നോക്കിക്കേ, നിങ്ങൾ കണ്ടോ, വളരെ നല്ല രീതിയിൽ റിജക്ഷൻ വന്നേക്കാണ്. അപ്പം ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? സെൻസെക്സ് ഇവിടുന്ന് തിരിച്ച് മേലോട്ട് കയറാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് ഈ ഒരു ഒറ്റ ക്യാൻഡിലുണ്ട്, ഈ ഡേ ക്യാൻഡിലുകൊണ്ട് നമുക്ക് മനസ്സിലാകുന്ന കാര്യം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ദിവസം തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്കൊരു ഹൈ കിട്ടാനുള്ളത് ഈ ആഴ്ചത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ ആഴ്ച നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടാനുള്ളൊരു ഹൈ ഇതാണ് ഇല്ലേ, 85,243 എന്ന് പറയുന്നതാണ് ഈ ആഴ്ചത്തെ. സപ്പോസ് ഈ ആഴ്ച കൊണ്ട് ഒരു പക്ഷെങ്കിൽ ഇവിടെ എത്താനുള്ള സാധ്യത ഉണ്ട്. ഇത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ 86,674 എന്ന് പറയുന്ന ഈ പോയിൻ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഈ 25,243 എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ തന്നെ ഞാൻ വേറൊരു കാര്യം കൂടി നിങ്ങളോട് പറയാം. സെൻസെക്സിനകത്തിൽ നമ്മൾ വരയ്ക്കുമ്പം വര ഒന്ന് ശരിയാകണം നിർബന്ധമൊന്നുമില്ല. കാരണം ഇതിൻ്റെ മൂവ്മെൻറ്റ് വളരെ ഫാസ്റ്റ് ആയിരിക്കും. ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത് മിനിമം 100 പോയിൻറ്റും 150, 200 പോയിൻ്റൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു 5 മിനിറ്റ്സ് ക്യാൻഡിലൊക്കെ വീഴുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വരച്ച വരയിൽ തന്നെ നിഫ്റ്റി വരയ്ക്കുന്ന പോലെ ഒന്നും, അല്ലെങ്കിൽ മിഡ്
മിഡ് ക്യാപ്പ് വരയ്ക്കുന്നതൊന്നും ആ വരയിൽ തന്നെ നിൽക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എപ്പോഴും നമ്മുടെ വര നിങ്ങൾ നോക്കുമ്പോൾ ഒരു 50 പോയിൻറ്റിന് റേഞ്ച് കണക്കാക്കി മാത്രമേ നിങ്ങൾ ഈ വരയെ കൺസിഡർ ചെയ്യാവൂ. ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, ഇത് സെൻസെക്സ് ആണ്. ഫ്ലക്ച്വേഷൻ വളരെ കൂടുതലാണ്, വോളറ്റാലിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മുടെ വര ഒരിക്കലും കൃത്യമായി അതേ പോയിന്റിൽ റെസ്പെക്റ്റ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ വര കൺസിഡർ ചെയ്യുമ്പം ഒരു 50 പോയിൻറ്റ് മാർജിനിട്ട് മാത്രമേ നിങ്ങൾ വരയ്ക്കകത്തിൽ നിങ്ങൾ ട്രേഡ് കൺസിഡർ ചെയ്യാവൂ. ഓക്കെ, 50 പോയിൻ്റ് അങ്ങോട്ടോ 50 പോയിൻ്റ് ഇങ്ങോട്ടോ അല്ല 50 പോയിൻ്റ് റേഞ്ചോ അങ്ങനെയൊക്കെ വെച്ച് മാത്രമേ നിങ്ങൾ ഈ സെൻസെക്സിനകത്ത് നിങ്ങൾ ട്രേഡ് പ്ലാൻ ചെയ്യുക. അല്ലാതെ ആ സുല്ലേട്ടം വരച്ച് വരയല്ലേ അതുപോലെ തന്നെ വരും എന്നൊന്നും പറഞ്ഞ് ദൈവത്തെ ഓർത്ത് ആരും എടുത്തിട്ട് ലോസ് വരുത്താൻ ഇടവരില്ല. കാരണം ലോസിനും പിന്നെ പ്രോഫിറ്റിന് സാധ്യത വളരെ കൂടുതലുള്ള ഒരു സെഗ്മെൻറ്റാണ് നമുക്ക് ഈ സെൻസെക്സ്. അപ്പോൾ ഈ സെൻസെക്സിന് താഴെ ഒരു സപ്പോർട്ട് നമുക്ക് വരയ്ക്കാം. ഒരു സപ്പോർട്ട് എന്ന് പറയാം, പിന്നെ ഒരു സപ്പോർട്ട് എന്ന് പറയാം, ഇതൊരു മേജർ സപ്പോർട്ടാണ് ഈ കാണുന്ന സാധനം. ഓക്കെ, ഒരു മേജർ സപ്പോർട്ടാണ്. അത് നമുക്ക് ഇച്ചിരി കനത്തിൽ വരച്ചിട്ടേക്കാം. ഇതാണ് സെൻസെക്സിൻ്റെ 79,807 എന്ന് പറഞ്ഞൊരു മേജർ സപ്പോർട്ട്. ഇപ്പം നിലവിൽ ഇത് റിജക്ഷൻ എടുത്ത് നിൽക്കുന്നു. ഓക്കെ, ഒരു ഹൈ എന്ന് പറഞ്ഞ് ഇതാണ് നമുക്ക് വീക്കിലി ഇപ്പം നിലവിൽ ഇതിനെപ്പറ്റി പറയാനുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് വീക്കിലി ഒരു ഐഡിയ കിട്ടിയല്ലോ. ഓക്കെ, ഓപ്ഷൻ സെല്ല് ചെയ്യുന്നവർക്കൊക്കെയാണെങ്കിലും ഈ റേഞ്ച് നോക്കി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെല്ലുകൾ പ്ലാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനിയും 5 മിനിറ്റിൻ്റെ ക്യാൻഡിലോട്ട് വരാം. ഓക്കെ, 5 മിനിറ്റിൻ്റെ ക്യാൻഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? നമുക്ക് നിലവിൽ ഇപ്പോൾ ഈ വരച്ച സപ്പോർട്ട് തന്നെയാണ് 52,674 നിലവിലുള്ള സപ്പോർട്ട്. ഏകദേശം 400 പോയിൻറ്റിൻ്റെ താഴെയാണ് ഈ സപ്പോർട്ട്. അപ്പോൾ നാളെ തിങ്കളാഴ്ച മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം എന്താ സംഭവിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒരു ഓപ്പണിങ് കിട്ടണം. ഓക്കെ, ഇതിൻ്റെ മുകളിൽ നമുക്ക് ഓപ്പണിങ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫർദറായിട്ട് സാധനം ഇനി എങ്ങോട്ട് പോകാനുള്ള സാധ്യതയുണ്ട് നമുക്ക് നോക്കിയേക്കാം. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻട്രാഡേയിലെ ഒരു ട്രെൻഡ് ലൈൻ നമുക്ക് വരയ്ക്കാനുള്ള വകുപ്പ് ഇവിടെ ഉണ്ട്. മനസ്സിലായോ? ഇൻട്രാഡേയിൽ നമുക്കൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കാനുള്ള ഒരു സെറ്റപ്പ് ഇവിടെ കാണുന്നുണ്ട്. നോക്കിയേക്കാം, കണ്ടോ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ബ്യൂട്ടിഫുള്ളായിട്ട് സാധനം ഇവിടെ ഒരു സംഭവമുണ്ട് ഇവിടെ, കണ്ടോ? ഓക്കെ, ഈ ട്രെൻഡ് ലൈൻ ഇവിടെ നിന്നോട്ടെ. ഇത് നമുക്കൊന്ന് കോപ്പി ചെയ്ത് നോക്കാം. ചുമ്മാതെ വെറുതെ നോക്കുവാണേ, ക്ലിയർ ആവുമല്ലോ. നിങ്ങൾ ലൈവായിട്ടാണ് വരയ്ക്കുന്നത്. നിങ്ങൾ വലിയ കുണമൊന്നുമില്ല എങ്കിലും ഇങ്ങനെ നിന്നാലോ ഇതാണ് ഇങ്ങനെ നിൽക്കട്ടെ. ഇത് വലിയ ഗുണമൊന്നുമില്ല, ഈ താഴത്തെ ലൈനിന് വലിയ ഗുണമൊന്നുമില്ല എങ്കിലും ഒരു ചുമ്മാതെ നിങ്ങൾക്കൊരു അത് വേണ്ട, അതൊരു സുഖമില്ല. നാട്ടുകാരുണ്ട് ചീത്ത വിളിക്കും. കുഴപ്പമൊന്നുമില്ല, നമുക്ക് പേടിയൊന്നുമില്ല എങ്കിലും അത് വേണ്ട, ഇത് മാത്രം മതി. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ നോക്കുക. ഈ ട്രെൻഡ് ലൈൻ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം ഇതിന് മുകളിൽ 83,385 മുകളിൽ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ലൈൻ സപ്പോർട്ട് എടുക്കുന്നുണ്ടോ നോക്കുക. ഓക്കെ, സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ ഫർദറായിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകും. ഇല്ല താഴോട്ട് വീഴുവാണെന്നുണ്ടെങ്കിൽ 82,674 ആയിരിക്കും മേജർ സപ്പോർട്ട്. അവിടുന്ന് പൊട്ടിയാൽ പിന്നെ താഴ്വാരം, ഓക്കെ, അടിവാരം എന്നൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ. 83,385 85,243. അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് വരയ്ക്കണം, ഇല്ലേ? ഇതിനിടയ്ക്ക് നമുക്ക് വരയ്ക്കണമെന്നുണ്ട്, ഒരു സപ്പോർട്ട് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് നോക്കിയേക്കാം. ഒരു ഇൻട്രാഡേ വരയ്ക്കാനുള്ള വകുപ്പ് എന്താണെന്ന് നോക്കാം. ഇൻട്രാഡേ വരയ്ക്കാനുള്ളൊരു വകുപ്പ് ഇതാണ്. ഓക്കെ, ഇതാണ് ഒരു 84,217. പക്ഷേ ഏകദേശം ഇവിടുന്ന് ഒരു 1000 പോയിൻ്റുണ്ട്. പിന്നെ ഇടയ്ക്ക് ഇടത്താവളം നമുക്ക് വരയ്ക്കണം, ഇല്ലേ? ഇടത്താവളം വരയ്ക്കാൻ താണ്ടിത്താ സൂപ്പറാണ്. ഇത് സൂപ്പറാണ്, ഒരു സൂപ്പർ സപ്പോർട്ട്, ഒരു സൂപ്പർ ലൈനാണ് ഇത്. ഓക്കെ, ഇതായത് കനം കൂടുതലാണ്. ഓക്കെ, അപ്പം ഇതാണ് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് പറയാനുള്ള സംഭവം. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഉണ്ട്, പിന്നെ വേറെ വേണ്ട. പിന്നെ നാട്ടുകാർ പറയും, അവൻ പിന്നെ അറഞ്ചം പുറഞ്ചം ഒരു പാർട്ടി പറഞ്ഞതാണ്. അറഞ്ചം പുറഞ്ഞം വരച്ചിട്ട് പിന്നെ റെസ്പെക്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്നാലും ഒരിടത്താവളം കൂടെ ചുമ്മാ അത് വരച്ചേക്കാം. നോക്കാം, ഒരു മിനിറ്റ് നോക്കിക്കോട്ടെ. ഇതും കൊള്ളാം, ഈ ലൈനും കൊള്ളാം, കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇടത്താവളമായി, ഇല്ലേ? ക്ലിയർ ആയില്ല. ഇപ്പം 83,385 മുകളിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ 617 ഉണ്ട്, 933 ഉണ്ട്, പിന്നെ 84,217. അത്രയും മതി. ഓക്കെ, അതിന് ശേഷം ബാക്കി നമുക്ക് വേണമെങ്കിൽ ഒരു ഇവിടെ വേണേൽ വരയ്ക്കാം. സെൻസെക്സ് ഈ ഒരു ലൈനൂടെ കടന്നോട്ടെ. ഓക്കെ, ഇത്ര മതി, പോരെ? ധാരാളമല്ലേ? ഒന്നുകൂടെ വരയ്ക്കാം കേട്ടോ, ഒരെണ്ണം കൂടെ ഉണ്ട്.
ഇല്ല ഈ മാജിക്കാരൻ പറയുന്ന പോലെ ഒറ്റ ഒരെണ്ണം ഒറ്റ വരയുടെ മതി, ഇത്ര മതി. അപ്പോൾ ഈ ഒരാഴ്ചത്തേക്കുള്ള വര മുഴുവനായി. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ലൈനുകളെല്ലാം മാർക്ക് ചെയ്ത് നിങ്ങളുടെ സെൻസെക്സിൻ്റെ ചാർട്ടിനത് വെക്കുക. ഞാൻ പറഞ്ഞു ലൈവ് അപ്ഡേറ്റ് പറ്റത്തില്ല, നമുക്ക് അല്ലാതെ വീഡിയോയിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ട്രേഡിംഗ് വ്യൂവിൽ ഇങ്ങനെ 15 മിനിറ്റ്സ് ഡിലേ ആയതുകൊണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ നമുക്കത് അവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. അടുത്തത് നമുക്ക് നമ്മുടെ നിഫ്റ്റിയിലോട്ട് വരാം. ഓക്കെ, നിഫ്റ്റിയിൽ നമ്മൾ ഓൾറെഡി എല്ലാം ചെയ്തു വെച്ചേക്കുകയാണ്. ഓൾറെഡി പഴയ ലൈനുകളൊക്കെ തന്നെ ഇവിടെ തന്നെ കിടപ്പുണ്ട്. നമുക്കിവിടെ വേറെ മാറ്റങ്ങളൊന്നും വരുത്താനില്ല. ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? നാളെ ഞാൻ പറഞ്ഞു ഓൾറെഡി, ഇപ്പോൾ നമ്മൾ പോസ്റ്റ് മാർക്കറ്റ് ചെയ്തു ഇല്ലേ. നമ്മളുടെ ഈ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കട്ട 25,473 എന്ന് പറയുന്ന ലൈൻ വളരെയധികം നമ്മളെ സഹായിച്ചു ഇന്നലത്തെ ട്രേഡിങ്ങിൽ ഇല്ലേ. അപ്പം നമ്മളെ സുഖസുന്ദരമായിട്ട് നമ്മളെ രക്ഷിച്ച് മല പോലെ നിൽക്കുന്ന ഒരു സപ്പോർട്ടാണ് 25,473. ഓക്കെ, ഏതെങ്കിലും കാരണവശാൽ ഇത് പൊട്ടിച്ച് താഴെ പോകുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്കെന്താ ഇനിയിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല, ഇത് പോട്ടെ. ഏതെങ്കിലും കാരണവശാൽ പൊട്ടിച്ച് വീണ്ടും പോവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഇവിടെ വരും. വീണ്ടും ഈ പറയുന്ന 25,433 റേഞ്ചിൽ എത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷേ നിലവിലത്തെ സ്റ്റെപ്പ് അനുസരിച്ച് മാർക്കറ്റിലൊരു ചെറിയൊരു മൊമെൻറ്റം കാണുന്നുണ്ട്. മുകളിലോട്ട് പോകാനുള്ളൊരു മൊമെൻറ്റം മാർക്കറ്റിൽ കാണുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ലൈനൊന്നും കളയേണ്ടത് ടെമ്പററി ലൈനാണ് വരച്ചേക്കുന്നത്. പക്ഷേ ഈ ടെമ്പററി ലൈൻ അങ്ങനെ തന്നെ നിന്നോട്ടെ, അത് വാലിഡാണ് ഇപ്പോഴും. 2 ദിവസം കഴിയുമ്പോൾ നമുക്കത് മാറ്റാം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഇത് കടന്ന് കിട്ടിയാൽ 25,523 നാളെ ഓപ്പൺ ചെയ്ത് ഇതിനിടയ്ക്കാണെങ്കിൽ 25,521 മുകളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് ഫർദറായിട്ട് മുകളിലോട്ട് പോകും. ഇവിടുന്ന് ഇങ്ങോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, അല്ല ഇതിനകത്ത് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള റേഞ്ചാണ്. കാരണം ഞാൻ പറഞ്ഞുതരാം എന്താണ്, ഇതിന് മുകളിൽ പോയാലേ ഉള്ളൂ ഇങ്ങോട്ട്. ഓക്കെ, പണ്ടൊക്കെ ഞാൻ എപ്പോഴും ഇങ്ങനെ ലൈൻ ആരോ വരച്ചിടുകയാണ് ഞാൻ തുടങ്ങിയ സമയത്ത്. അപ്പോൾ ഈ ആരോ നോക്കി ലൈൻ ട്രേഡ് എടുക്കുന്ന ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. ആരോ എങ്ങോട്ടാണ് വരയ്ക്കുന്നത് ആ വഴിക്ക് ട്രേഡ് എടുക്കുന്നത്. പിന്നെ ഞാൻ ആ പരിപാടി നിർത്തി. ചുമ്മാ ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പം മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്യുന്ന ഇതിനകത്താണെന്നുണ്ടെങ്കിൽ, ഈ ഏരിയയ്ക്ക് അകത്താണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു, ഇത് നിലനിൽക്കണം. ഇത് നിലനിന്ന് അതിന് ശേഷം മാർക്കറ്റ് ഇവിടെ നേരെ മേലോട്ട് കയറി പോകുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഓക്കെ, അങ്ങനെയാണെന്ന് നമുക്ക് 593, 645 ടാർഗറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. മറ്റേ അണ്ണന്മാർ വളരെ ഷോർട്ട് പിന്നെ അവർ കൂട്ടി. ഓക്കെ, അപ്പം ഈ ഇവന്മാരുടെ ഷോർട്ട് പറിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു 697 പോകണം. ഓക്കെ, ഒരു 700, 645 കടന്ന് 700 അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഷോർട്ട് കവറിങ് നടക്കും. ഇല്ലെങ്കിൽ എപ്പോഴും പിന്നെ ഒരു സെല്ലിംഗ് പ്രഷർ മാർക്കറ്റിനകത്തിൽ നിൽക്കും. ചൊവ്വാഴ്ച നമുക്ക് എക്സ്പയറി ആണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ആകുമ്പോൾ മാക്സിമം അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിക്കളിച്ച് പ്രീമിയം ഉരുക്കാനൊക്കെ ശ്രമിക്കും. അപ്പോൾ നിങ്ങൾ അതിലൊന്നും പെട്ടുപോകാതെ നിങ്ങൾ സൂക്ഷിക്കാൻ ശ്രമിക്കുക. നമുക്ക് അപ്പോൾ ഇത് ഞാൻ 5 മിനിറ്റ്സിൻ്റെ കാര്യമാണ് ഇതിൻ്റെ നമ്മുടെ പിന്നെ നിഫ്റ്റിയുടെ കാര്യം പറഞ്ഞത്. നമുക്ക് ജസ്റ്റ് നിഫ്റ്റി നമുക്ക് ഡേ ക്യാൻഡിലൂടെ ഒന്ന് നോക്കിയേക്കാം. ഡേയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഡെയിലി നമുക്ക് ആ മൊമെൻറ്റ് ഒന്ന് നോക്കാം. എന്താണ് ഡെയിലി ക്യാൻഡിലിൽ നമുക്ക് എന്താ സംഭവിച്ചെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നോക്കിക്കേ, ഡെയിലി നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കേ, ഇവിടെ ഞാൻ പറഞ്ഞു, ഇവിടെ നമ്മൾ പണ്ട് വരച്ചിട്ട് വരയായത് ഇല്ലേ, ഒരു ട്രെൻഡ് ഫോമായി, ഒരു ചാനലുണ്ടായി, മാർക്കറ്റ് അത് ബ്രേക്ക് ചെയ്ത് മോളിൽ പോയി, ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് മോളിൽ പോയെങ്കിൽ പിന്നെ അത് തിരിച്ച് ബ്രേക്ക് ചെയ്തു. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇതൊരു മേജർ റെസിസ്റ്റൻസ് ആയിരുന്നു ഇല്ലേ. ഒരു മേജർ റെസിസ്റ്റൻസിൽ ഹയർ ഹൈ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു റെസിസ്റ്റൻസ് ആണ്. ആ റെസിസ്റ്റൻസ് തട്ടി നേരെ തിരിച്ചു വന്ന് താഴെ പോയി ഇത് വീണ്ടും ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും അതേ പോയിന്റിലെത്തിയേക്കുവാണ്. ഡേ വൈസിൽ അത് എവിടെയാണോ ഹയർ ഹൈ ഫോർമേഷൻ ഉണ്ടായതിൻ്റെ ടോപ്പ്, ഓക്കെ, ആ ടോപ്പിൽ തന്നെ മാർക്കറ്റ് വന്ന് സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ്. ഇതൊരു സപ്പോർട്ടാണ്. കാരണം എന്താണ്, മാർക്കറ്റ് താഴെ പോയെങ്കിലും ക്ലോസിങ് എന്താണ് സംഭവിച്ചത്, നമ്മുടെ ഈ പറയുന്ന റെസിസ്റ്റൻസിൻ്റെ മുകളിലാണ്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് പിന്നെ ഈ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ സപ്പോർട്ട് ഇത് നിലനിർത്തിയാൽ ഓക്കെ, അടുത്തത് നമുക്ക് ഈ 661 കാണാൻ പറ്റും. കാരണം അതൊരു പ്രീവിയസ് റെസിസ്റ്റൻസ് ആയിരുന്നു. അപ്പോൾ അവിടോട്ട് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഒന്ന് നോക്കാം എന്താ സംഭവിക്കുന്നത്. പിന്നെ നമ്മളൊന്ന് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചാലും നമുക്ക് ഇങ്ങനൊരു ട്രെൻഡ് ലൈൻ നോക്കിക്കോട്ടെ, ഇങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. ഇതാ നോക്കുക, കണ്ടിയേ, അതിൻ്റെ കളർ ഞാൻ മാറ്റി തരാമേ. ഇങ്ങനൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കുവാണെങ്കിലും കൃത്യമായിട്ട് ആ ലൈനൊന്ന് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ആ ട്രെൻഡ് ലൈൻ നോക്കിക്കേ, ഈ ട്രെൻഡ് ലൈൻ നോക്കിക്കേ, കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചാലും
കറക്റ്റ് ആ പോയിന്റിലാണ് വന്ന് സപ്പോർട്ട് എടുത്തേക്കുന്നത് മാർക്കറ്റ്. കണ്ടോ? ഓക്കെ. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിലൊരു കൺഫർമേഷൻ ഉണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു ഹയർ ഹൈ ഫോർമേഷൻ ഉണ്ടായപ്പോൾ രണ്ടാമതുണ്ടായ ഹൈയുടെ അതേ പോയിന്റിൽ വന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നു ഒന്ന്. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുവാണെങ്കിൽ ആ കറക്റ്റ് ട്രെൻഡ് ലൈനിൽ വന്നാണ് സപ്പോർട്ട്. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്കൊരു പോസിറ്റീവ് മൊമെൻറ്റം, ഒരു പോസിറ്റീവ് സെറ്റപ്പാണ് മാർക്കറ്റിലുള്ളത്. അപ്പം നോക്കുക, ഈ 25,466 സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. സസ്റ്റെയിൻ ചെയ്ത് ഡേ വൈസിൽ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്സൈഡ് മാർക്കറ്റ് പോകും. ഇല്ലെങ്കിൽ ഇതും ഈ ഒരു ട്രെൻഡ് ലൈനും സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഈ ട്രെൻഡ് ലൈനും പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സപ്പോർട്ട് 25,154. എന്തായാലും അടുത്ത ദിവസങ്ങളിൽ നമുക്ക് നോക്കാം. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി, നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ആ രീതിയിൽ നിങ്ങൾക്ക് ട്രേഡുകൾ പ്ലാൻ ചെയ്യാം. അപ്പോൾ അതിനെ വിട്ടേക്കാം. അടുത്തത് നമുക്ക്, നിങ്ങൾ ആരും പോവരുത് കേട്ടോ. നിങ്ങൾ ഒന്ന് രണ്ട് കാര്യം വേറെ കൂടെ നിങ്ങൾക്ക് അത് പറയാനുണ്ട്. നിങ്ങൾ കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് ട്രേഡിൽ ഗുണം വരും. ഞാനത് പറയാൻ പോകുന്നേ ഉള്ളൂ. അതിന് മുന്നേ നിങ്ങൾ എനിക്ക് ലെവൽ കിട്ടിയല്ലോ ഞാൻ പോകാമെന്ന് പറഞ്ഞ് പോയാൽ നിങ്ങൾ അവസാനം അത് പോയ എണ്ണാനെ പോലെ ഇരിക്കേണ്ടി വരും. ഓക്കെ, മാർക്കറ്റിൽ. അതുകൊണ്ട് നിങ്ങൾ അവസാനം വരെ കേൾക്കാൻ ശ്രമിക്കുക. അത് ഞാൻ അതിൻ്റെ കാര്യം പറഞ്ഞുതരാം, എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. അടുത്തത് ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരാം. ബാങ്ക് നിഫ്റ്റിയിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്, ഇല്ലേ? 57,243 സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് നേരെ തിരിച്ചു വന്ന് ഈ റേഞ്ചിനകത്ത് നിൽക്കുകയാണ്. ഈ റേഞ്ചിനകത്ത് നോക്കിക്കുക, കറക്റ്റായിട്ട് നമുക്കവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഈ 58,236 പൊട്ടിച്ച് മുകളിലോട്ട് പോയെങ്കിൽ മാത്രമേ ഫർദറായിട്ട് ബാങ്ക് നിഫ്റ്റിക്ക് മുകളിലോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെയും കാര്യം ഞാൻ പറഞ്ഞ്, മിഡ് ക്യാപ്പിൻ്റെ കാര്യം ഞാൻ ഉടനെ പറയാം. അതിന് മുന്നേ 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. അത് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിനകത്തിൽ ഇപ്പോൾ ഈ ബാങ്ക് നിഫ്റ്റി ആയാലും മുന്നോട്ട് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ നയിക്കുന്ന സ്റ്റോക്കുകളിനകത്തിൽ ചില ആക്ഷൻസ് നടക്കണം. മനസ്സിലായോ? അങ്ങനെ ഒരു ആക്ഷൻസ് നടന്നെങ്കിൽ മാത്രമേ ഈ ഇൻഡെക്സുകൾ മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ നമ്മൾ റിലയൻസിനെ നോക്കുകയാണെങ്കിൽ, ഞാൻ ഇന്നലെ പറഞ്ഞതാണ് എൻ്റെ ഓർമ്മ, റിലയൻസിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരു ബോക്സ് വരച്ച് ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു, ഇല്ലേ? ഗ്രൂപ്പിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഇത് എല്ലാം അപ്പോഴപ്പോൾ തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇല്ലേ? നമുക്കൊരു ബോക്സ് വരച്ച് ആ ബോക്സ് ബ്രേക്ക് ചെയ്ത് താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ റിലയൻസ് താഴോട്ട് പോകും. റിലയൻസ് ഒരു റെസിസ്റ്റൻസ് എടുത്ത് 1,500 എന്നുള്ളൊരു റെസിസ്റ്റൻസ് എടുത്ത് മാർക്കറ്റ് തിരിച്ച് ഒരു കൺസോൾട്ടേഷൻ മോഡിലാണ്, എങ്ങോട്ട് വേണമെങ്കിലും ബ്രേക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു വോയിസ് ഇട്ടായിരുന്നു, ഒരു ഇതിൻ്റെ ചാർട്ട് ഇട്ടായിരുന്നു ഗ്രൂപ്പിൽ. ഓക്കെ. ഇപ്പോൾ ഇവിടെ നമുക്കിനി ഇതിന് 5 മിനിറ്റ്സ് ഇൻട്രാഡേ വിട്ടേക്കാം. നമുക്ക് ഡേ വൈസിൽ നോക്കാം. ഡേ വൈസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, പ്രീവിയസ്ലി ഏകദേശം കഴിഞ്ഞ ജൂലൈയിൽ 1,500 മുകളിലൊരു സപ്പോർട്ട് എടുത്ത് 1,530 റേഞ്ചിൽ വന്ന് ഹൈ ക്രിയേറ്റ് ചെയ്ത ശേഷം റിലയൻസ് താഴെ പോയി ഒരു കൺസോൾട്ടേഷന് ശേഷം വീണ്ടും മാർക്കറ്റ് ഇവിടുന്ന് ഫർദറായിട്ട് വലിഞ്ഞു വെച്ച് കയറുകയാണ്. അപ്പോൾ ഈ ബോക്സ് ഒന്നും വേണ്ട, ഇനി വലിഞ്ഞു വെച്ച് കയറുകയാണ്. അപ്പം ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു 1,500 ക്രിയേറ്റ് ചെയ്തു. ഇവിടെ റിലയൻസ് ഞാൻ വളരെ സ്ലോലി ശാന്തമായിട്ടാണ് സംസാരിക്കുന്നത്, വലിയ ജഹബോഹയൊന്നുമില്ല, നിങ്ങളത് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഓക്കെ. ഒരു 1,500 മുകളിൽ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും അവിടെ നിന്നൊരു റിജക്ഷൻ വന്നു, ഇല്ലേ? 1,500 സൈക്കോളജി സപ്പോർട്ടാണ്, സൈക്കോളജി റെസിസ്റ്റൻസ് ആണ്. അവിടെ നിന്ന് മാർക്കറ്റ് നേരെ തിരിച്ച് താഴോട്ട് വന്ന് വീണ്ടും ഒരു ബെയറിഷ് മോഡിലേക്ക് പോയേക്കാണ്. ഇപ്പം ഇന്നലത്തെ ക്ലോസിങ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. നോക്കിക്കേ, നല്ല രീതിയിൽ ഒരു ബെയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തേക്കുന്നത്, ഇല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും മാർക്കറ്റ് ഈ 1,450-1,459 റേഞ്ചിലോട്ട് ഇറങ്ങി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം പ്രീവിയസ്ലി അവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ബെയറിഷ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ 1,478 1,459 ഇറങ്ങി വരാനുള്ള സാധ്യത ഉണ്ട്. ബട്ട് നാളെ മാർക്കറ്റിലൊരു മൊമെൻറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ റിലയൻസ് സപ്പോർട്ട് ചെയ്യുമോ ഇല്ലെന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയണം. കാരണം റിലയൻസ് അലമ്പായി കഴിഞ്ഞാൽ നമുക്ക് നിഫ്റ്റി അത് ബാധിക്കും. ബാങ്ക് നിഫ്റ്റി ബാധിക്കത്തില്ലെങ്കിലും നിഫ്റ്റിയെ അത് ബാധിക്കും. അപ്പം അവിടെ HDFC ICICI സപ്പോർട്ട് ചെയ്യുകയും IT സ്റ്റോക്കുകൾ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നിഫ്റ്റി മുകളിലോട്ട് തന്നെ പോകാം. അപ്പോൾ ഇൻഫി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫി ഇന്നലെ ക്ലോസ് ചെയ്തേക്കുന്നത് താഴെ. ഇൻഫി പോയി, ഡേ വൈസിലാണ് ഇൻഫി താഴെ പോയെങ്കിലും നല്ല രീതിയിൽ ക്ലോസ് ചെയ്തപ്പോൾ എന്താണ്, നല്ലൊരു റിജക്ഷനോട് കൂടാണ് ഇൻഫി എന്ത് ചെയ്തത്. ഈ കാണുന്ന ലൈനുകളൊക്കെ ഇൻട്രാഡേ ലൈനാണ് കേട്ടോ, ഇതിനകത്ത് യാതൊരു ബന്ധവുമില്ല. ഇതിനകത്തുള്ള മേജർ ലൈൻ ഈ 2 ലൈൻ മാത്രമേ ഉള്ളൂ.
ഞാൻ ജസ്റ്റ് ഒന്ന് കനപ്പിച്ചേക്കാം, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും. ഓക്കെ, ഈ 2 ലൈൻ മാത്രം നിങ്ങൾ നോക്കിയാൽ 1428ഉം 1540 ഈ 2 ലൈൻ മാത്രം നോക്കിയാൽ മതി. ഈ ലൈനകത്തിൽ കുറേ നാളുകൊണ്ട് കൺസോൾട്ടേഷനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു റിജക്ഷനോടുകൂടാണ് മാർക്കറ്റ് ഇൻഫി ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ ഫർദറായിട്ട്, കാരണം ഇന്നലെ ADRനകത്തിലും പോസിറ്റീവാണ് കാണിച്ചത്, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻഫി ഇവിടുന്ന് ഫർദറായിട്ട് മുകളിലോട്ട് കയറാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ മുകളിലോട്ട് കയറുവാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി, റിലയൻസ് ഒരു നിസ്സഹകരണം കാണിച്ചാലും ഇൻഫി ഈ നിഫ്റ്റിയെ താങ്ങി നിർത്തും. അതിൻ്റെ കൂടെ തന്നെ ബാങ്ക് സെക്ടറോടെ താങ്ങി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഫർദറായിട്ട് നിഫ്റ്റി മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇൻഫി. ഓക്കെ, ഇൻഫിയാണ് അതിനകത്തിൽ IT മേജർ സപ്പോർട്ടർ എന്ന് പറയുന്നത് ഇൻഫിയാണ്. TCSും അത്ര വലിയ ഇല്ലെങ്കിലും, കാരണം ഫ്രീ ഫ്ലോട്ട് അവർക്ക് കുറവായതുകൊണ്ട്. എങ്കിലും ഇതാ നോക്കിക്കേ, TCSും കൃത്യമായി നമ്മൾ വരച്ച അതേ ലൈനിൽ വന്ന് സപ്പോർട്ട് എടുത്ത്, പ്രകാശം പറഞ്ഞിട്ടുണ്ട് ഒരു റേഞ്ചാണ്, ഈ റേഞ്ചിനകത്ത് വന്ന് സപ്പോർട്ട് എടുത്ത് നേരെ തിരിച്ച് കയറിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല സൂപ്പർ റിജക്ഷനാണ് അല്ലേ, ഇവിടെ നല്ല ക്ലിയർ റിജക്ഷനാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫർദറായിട്ട് പെട്ടെന്ന് തന്നെ ഈ TCSന് ഒരു 3100 റേഞ്ചിലുള്ള ഒരു ടാർഗറ്റ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്, 3100. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കുക എവിടം വരെ ഈ TCSലുള്ള ആക്ഷൻ നിങ്ങൾ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. അതിനുശേഷം നമുക്ക് പറയാനുള്ളൊരു കാര്യം HDFC ആണ്. HDFC നോക്കിക്കഴിഞ്ഞാൽ HDFC ഈ പറയുന്ന പോലെ തന്നെ ഡെയിലി എന്താണ് കൃത്യമായിട്ടൊരു സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ്. ഇവിടെയൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പ്രീവിയസ്ലി സപ്പോർട്ട് എടുത്ത ഈ പോയിന്റിൽ നിന്ന് മാർക്കറ്റ് നല്ലപോലെ അപ്സൈഡ് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചരിത്രം ആവർത്തിക്കുകയാണ്, പ്രീവിയസ് ഹിസ്റ്ററി ആവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ HDFC ഇവിടുന്ന് ഈ 474 എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് റിജക്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത് 482 അങ്ങനെയാണെങ്കിൽ ഫർദറായിട്ട് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവൻ 1000 എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ കിടക്കുന്ന ലൈനൊക്കെ ഇൻട്രാഡേ ലൈനുകളാണ് കേട്ടോ, ഡേ വൈസ് ലൈനുകളല്ല. ഡേ വൈസ് ലൈൻ ഇതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒരു വീക്കിലി ഈ ഒരാഴ്ച എങ്ങനെയാണ് ഈ സ്റ്റോക്കുകൾക്ക് പെർഫോം ചെയ്യുന്നുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഞാനിത് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഈ വരകളൊക്കെ വെച്ചിട്ടാണ് അങ്ങനെ ചുമ്മാ കാണാ വരച്ചേക്കുന്നൊന്നും പറയല്ല. ഓക്കെ, അപ്പം അടുത്ത് നമുക്ക് ICICI നോക്കാം. ICICI ആണ് സത്യം പറഞ്ഞാൽ ഇന്നലെ മൊത്തത്തിൽ നമ്മളുടെ നിഫ്റ്റിക്കും ബാങ്ക് നിഫ്റ്റിക്കും രക്ഷകനായിട്ട് വർദ്ധിച്ച ഒരാളാണ് ICICI ബാങ്ക്. ഇന്നലെ ICICI ബാങ്കിൽ അത് നല്ല രീതിയിൽ ഒരു ബൈ വന്നിട്ടുണ്ട്. കാരണം ഇതിനകത്തിൽ ആൾക്കാർ സ്റ്റോക്കുകൾ വാങ്ങിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലോയിലാണ് കിടക്കുന്നത്. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഈ വർഷം ഏപ്രിൽ അല്ലേ, ഈ വർഷം ഏപ്രിലിൽ ഉണ്ടായ ഒരു ലോയിലാണ് ഇപ്പം മാർക്കറ്റ് വന്ന് നിൽക്കുന്നത്. 1317 വരെ വന്നു അല്ലേ. അപ്പോൾ ഇവിടെ കാരണം ICICI ബാങ്ക് എന്ന് പറയുന്നത് നല്ല ഒരു സ്റ്റോക്കാണ്, ഹെവി വെയിറ്റേജ് സ്റ്റോക്കാണ്, മാർക്കറ്റിൽ നല്ല വളരാൻ പൊട്ടൻഷ്യൽ ഉള്ളൊരു സ്റ്റോക്കാണ്. അപ്പോൾ ഇത്രയും ലോയിൽ കിട്ടുമ്പോൾ ആൾക്കാർ ഇവിടെ നല്ല ബിഗ് ടീംസൊക്കെ ഇവിടെ വാങ്ങിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഇന്നലെ ഒരു ബൈ വന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഈ ബൈ മൊമെൻ്റ് എന്ന്, കാരണം പലപ്പോഴും ഇവിടെ വന്നതിന് ശേഷം ബൈ ആക്റ്റീവായിട്ടുണ്ട് പല പ്രാവശ്യം. ഓക്കെ, അപ്പം ഇവിടെ നോക്കിയാൽ ഇതുപോലെ തന്നെ ഒരു ബൈ ആക്റ്റീവായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ICICI ബാങ്ക് ഈ ബൈ മൊമെൻ്റ് നിലനിർത്തി കഴിഞ്ഞാൽ ഫർദറായിട്ട് അങ്ങോട്ട് മേലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തന്നെ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. ആ ട്രെൻഡ് ലൈൻ കൂടെ ഒന്ന് നോക്കുക. അത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് കയറുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ICICI ബാങ്കിലുണ്ട്. പിന്നെ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് SBI ആണ്. SBI നല്ല റിസൾട്ടൊക്കെ പ്രഖ്യാപിച്ചെങ്കിലും SBIൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എങ്ങനെ? ഈ 972 നിലനിർത്തുന്നിടത്തോളം കാലം, 972 ക്രോസ് ചെയ്യാത്തിടത്തോളം കാലം ഇവിടെ SBIൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാരണം ഓൾ ടൈം ഹൈ അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് താഴോട്ട് ഇറങ്ങി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പ്രീവിയസ് ഹൈ ഇവിടെ കിടപ്പുണ്ട്. ചുമ്മാ ഒരു വര വരച്ചിട്ടേക്കാം. അത്ര വലിയ കോണമുള്ള വരയല്ല, എങ്കിലും നിങ്ങൾക്കൊരു ഈ വരയാണെന്ന് ഇതാണല്ലേ ഇവിടെ വരെ ഇറങ്ങി വരാനുള്ള സാധ്യത 904 വരെ ഇറങ്ങി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് നോക്കുക. അപ്പോൾ 972 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഫർദറായിട്ട് മുകളിലോട്ട് പോകും. ഇല്ലയെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് 904 ഇറങ്ങി വരും. സപ്പോസ് ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത പുതിയ വര നമുക്ക് വരയ്ക്കാം. ഓക്കെ, ഇപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് മിഡ് ക്യാപ്പിലോട്ട്. മിഡ് ക്യാപ്പിന് അതിൽ ഇന്നലെ വമ്പൻ ഒരു നീക്കമാണ് ഇന്നലെ നടന്നത്. മിഡ് ക്യാപ്പിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ 200, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഓൾറെഡി, 200 പോയിൻറ്റിൻ്റെ റാലിയാണ് താഴേന്ന് മിഡ് ക്യാപ്പ് കൊടുത്തത്. ഓക്കെ, 5 മിനിറ്റിൻ്റെ ക്യാൻഡിലോട്ട് പോവാം.
225 പോയിൻറ്റിൻ്റെ റാലിയാണ് ഒറ്റ സ്ട്രെച്ചിൽ മിഡ് ക്യാപ്പ് കൊടുത്തത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, കറക്റ്റായിട്ട് നമ്മളുടെ 13,468 റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് നിൽക്കുകയാണ്. ഇത് ബ്രേക്ക് ചെയ്ത് പോയാൽ 554, 644 വരെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ക്രൂഷ്യൽ സപ്പോർട്ട് എന്ന് പറയുന്നത് 13,300. ഇതൊക്കെ നമ്മൾ ഓൾറെഡി വരച്ചിട്ടേക്കുന്ന കാര്യമാണ്, പിന്നെ എപ്പോഴും പറയേണ്ട കാര്യമില്ല. പക്ഷേ അതിൽ മൂവ്മെൻറ്റ് നമ്മൾ പറയണം. മൂവ്മെൻറ്റ് പറയാനുള്ള കാര്യം വെച്ചാൽ ഇന്നലെ ഞാൻ പറഞ്ഞു ഓൾറെഡി അല്ലേ, ഇന്നലെ BSE ആണ് പിന്നെ മിഡ് ക്യാപ്പിനെ ഈ നല്ല രീതിയിൽ എത്തിയത്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ IT-കാരുടെ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ BSE ഒരു പക്ഷേ നാളെ പെർഫോം ചെയ്തില്ലെങ്കിലും ഈ പറഞ്ഞ ഡിക്സണോ ഹീറോ മോട്ടോകോപ്പോ അല്ലെങ്കിൽ HDFC AMC ഒക്കെ നല്ല രീതിയിൽ HDFC AMC -80 പോയതാണ്. -80 പോയതിന് ശേഷമാണ് +44 ക്ലോസ് ചെയ്തത്. HDFC AMCയുടെ കഥയെ നോക്കുകയാണെന്ന് നിങ്ങൾ നോക്കിയേ, നല്ല രീതിയിൽ ഡൗൺ ട്രെൻഡ് വന്നിട്ടാണ് ഇത്രയും ഒരു റാലി ഇന്നലെ തന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡേ ക്യാൻഡിൽ HDFC AMCയുടെ ഒരു ഡേ ക്യാൻഡിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഠിക്കേണ്ടവർക്ക് കേൾക്കാം കേട്ടോ, അല്ലാത്തവർക്ക് നിങ്ങൾക്ക് പോകാം, കുഴപ്പമില്ല. നോക്കിക്കേ, HDFC AMC നോക്കിക്കഴിഞ്ഞാൽ ഒരു നല്ല F&ഒക്കെ ചെയ്യുന്നവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്കിത് നോക്കി വെക്കാം. ഓക്കെ, നോക്കിക്കേ, HDFC AMC നല്ല രീതിയിൽ ഒരു ക്ലോസിങ് നമുക്ക് ഈ പോയിൻറ്റിൽ 54-27 ഒരു ക്ലോസിങ് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലോട്ട് മൊമെൻറ്റം നിലനിർത്തുകയാണെന്നുണ്ടെങ്കിൽ HDFC AMC 59,000 വരേക്ക് 5,900 വരേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ മൊമെൻറ്റം നിങ്ങൾ നോക്കുക. ഇവിടെ ഇതിൻ്റെ മുകളിലോട്ട് മാർക്കറ്റ് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഈ HDFC AMCക്ക് ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉണ്ട്. ആ അപ്സൈഡ് പൊട്ടൻഷ്യൽ ആരെ കൊണ്ടുപോകും? മിഡ് ക്യാപ്പിനെ മേലോട്ട് കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, HDFC AMC. പിന്നെ കോഫോർജ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ നല്ല റിജക്ഷനോടുകൂടിയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. കോഫോർജ് ആണെങ്കിലും പെർസിസ്റ്റൻസ് സിസ്റ്റം ആണെങ്കിലും എല്ലാവരും റിജക്ഷനോടുകൂടിയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നാളത്തെ മൊമെൻറ്റം IT സെക്ടർ നാളെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പ് നാളെ പെർഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ പറഞ്ഞ HDFC AMC കൂടെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ BSE ആണെങ്കിൽ ഇല്ലെങ്കിലും നമ്മുടെ മിഡ് ക്യാപ്പ് പറക്കും. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് നാളത്തെ മാർക്കറ്റിനെ പറ്റി, അടുത്ത ആഴ്ചത്തെ മാർക്കറ്റിനെ പറ്റി നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. പഠിക്കാതെ യാതൊരു രക്ഷയില്ല. നിങ്ങൾ കോൾ എടുത്തോ അല്ലെ എന്തെങ്കിലും കുറുക്കുവഴി തേടിയെ പോയി കഴിഞ്ഞാൽ 1-2 ദിവസം നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും, അല്ലാതെ നിങ്ങൾക്ക് ഒരു കാരണവശാലും വിജയിക്കാൻ പറ്റത്തില്ല. അതിന് നിങ്ങൾ വെറുതെ കുറുക്കുവഴി തേടി പോകണ്ട. നിങ്ങൾക്ക് പഠിക്കുക. 1-2 പ്രാവശ്യം തെറ്റിയാലും, ഒരാഴ്ച തെറ്റിയാലും, ഒരു മാസം തെറ്റിയാലും വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. എന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ, നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ തിങ്കളാഴ്ച ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.